ഏകദേശം ഒരു 7-8 മാസമാണ് 6 ലക്ഷം രൂപ തട്ടിപ്പ് നടത്തി കഴിഞ്ഞാൽ പിന്നെ ഈ സിം ഉപയോഗിക്കുന്നില്ല. അദ്ദേഹം +2 വരെ പഠിച്ചിട്ടുള്ളൂ. അല്ല, അയാൾ ഒരു ഐഡിയ എന്നാണ് അയാൾ പറഞ്ഞത്. അത് ഒന്ന് ഇട്ട് നോക്കി വർക്കൗട്ടായി, പിന്നെ അത് തന്നെ തുടർന്നു. സൈബർ തട്ടിപ്പ് അതിന്റെ പുതിയ രീതികളിലേക്കും രൂപത്തിലേക്കും അടക്കം മാറുന്ന കാഴ്ചയാണ് കാണുന്നത്. കൊല്ലത്ത് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തൊരു കേസിലേക്കാണ് കടക്കുന്നത്. സൈബർ പോലീസ് ഇപ്പോൾ എടുത്ത ഒരു കേസ്. സാർ, ഇപ്പോൾ നമ്മൾ എടുത്തൊരു കേസ്, അത് ഒരു ആഡ് നൽകിക്കൊണ്ട് ആൾക്കാരെ പറ്റിക്കുക, വളരെ ചെറിയ എമൗണ്ടാണ്. ഇത്തരത്തിലുള്ള കേസുകൾ വ്യാപകമായി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. ഇത് ഇപ്പോൾ ഒരു 1560 രൂപ ചെറിയൊരു എമൗണ്ട്. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ എമൗണ്ടാണ് നമ്മൾ സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓൾറെഡി ഇപ്പോൾ 1 കോടി പുറത്തുള്ള 7 കേസുകളിലൂടെ അന്വേഷിച്ച് വരികയാണ്. അപ്പോൾ അത്തരത്തിൽ നിൽക്കുമ്പം വലിയ എമൗണ്ടുകളാണ് അതൊക്കെ. ഇപ്പോൾ ഇതെന്ന് വെച്ചാൽ ആരും ശ്രദ്ധിക്കപ്പെടുന്നില്ല, പരാതിക്കാരും പോവില്ല. ചെറിയൊരു എമൗണ്ടാണ് 1560 രൂപ. ആദ്യം ഈ ഇൻസ്റ്റാഗ്രാം വഴി അല്ലെങ്കിൽ OLX വഴി ഇങ്ങനെ ഒരു ആഡ് ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാർ ബന്ധപ്പെടുമ്പോൾ അവരെ കൊണ്ട് 560 രൂപയാണ് ആദ്യം ഇടിക്കുന്നത്. അതിനുശേഷം 1000 രൂപ കൂടെ വേണമെന്ന് പറഞ്ഞു, അങ്ങനെ 1560 രൂപ. പിന്നീട് ഈ പറയപ്പെടുന്ന ജോലിയായിട്ട് ബന്ധപ്പെട്ട് ഈ ആൾക്കാർ പിന്നെ വിളിക്കുമ്പോൾ ഈ ഫോൺ കിട്ടാത്തൊരവസ്ഥയാണ്. സ്വിച്ച് ഓഫ് അല്ലെങ്കിൽ അയാൾ ബ്ലോക്ക് ചെയ്യും. അങ്ങനെ നിരവധി പേരെ നിന്ന് ഇങ്ങനെ. ഒരാളുടെ പരാതിയാണോ കൊല്ലം സൈബറിന് കിട്ടിയത് ആദ്യഘട്ടത്തിൽ? കൊല്ലത്ത് തന്നെ ഒരു 7ഓളം പേരുടെ പരാതി ഉണ്ടായിരുന്നു. പക്ഷേ ആരും കേസിന് എടുക്കാൻ വേണ്ടി വില്ലിങ് അല്ലായിരുന്നു. അത് തുകയായതുകൊണ്ട്. അതെ, കുറഞ്ഞ തുകയായതുകൊണ്ട് പിന്നെ അവർക്ക് തന്നെ പറയാൻ വരാൻ ഒരാൾ ഇതിനകത്ത് മെനക്കെട്ട് കേസെടുത്ത് അയാളെ പിടിക്കണമെന്ന് പറഞ്ഞു വന്നു. അയാളെ പരാതിയിലാണ് നമ്മൾ കേസ് രജിസ്റ്റർ ചെയ്തത്. 6 പേരിലെയും പരാതി ഒരാളെ കേന്ദ്രീകരിച്ചായിരുന്നു? അതെ, ഒരാളെ കേന്ദ്രീകരിച്ചായിരുന്നു. വ്യാപകമായി പിന്നീട് എപ്പോഴാണ് മനസ്സിലായി? ഇപ്പം നമ്മുടെ അന്വേഷണത്തിൽ എത്ര പരാതികൾ സംസ്ഥാനത്തുണ്ടെന്നാണ് ഇത്തരത്തിൽ? അത് കൂടുതൽ അന്വേഷണം നടത്തേണ്ടതായിട്ടുണ്ട്. അതിനകത്ത് ഇപ്പം തന്നെ എനിക്ക് മനസ്സിലാക്കുന്നത് പാലക്കാട്, തൃശ്ശൂർ, മലപ്പുറം, ട്രിവാൻഡ്രം, കൊല്ലം ജില്ലകളാണ് കൂടുതലായിട്ട് റിപ്പോർട്ട് ചെയ്തത്. ഇനിയും കൂടുതൽ അത് അന്വേഷണത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അന്വേഷണം ടഫായിരുന്നു, കാരണം ഈ ആൾക്കാരിലേക്ക് പോകുമ്പോൾ കൂടുതൽ പരാതികൾ എത്തുന്നു, കുറഞ്ഞ തുകയാണ്, പരാതിക്കാർ കൂടുതൽ വില്ലിങ്ങായി നിൽക്കുന്നില്ല. ലൊക്കേറ്റ് ചെയ്യാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആദ്യം. കാരണം ഇദ്ദേഹം ഈ ഒരു തട്ടിപ്പ് നടത്തി കഴിഞ്ഞാൽ പിന്നെ ഈ സിം ഉപയോഗിക്കുന്നില്ല, ഫോണും ഉപയോഗിക്കുന്നില്ല, ഫോണും മാറ്റുവാണ്. പിന്നെ താമസം മാറി വാടകയ്ക്ക് താമസിക്കുകയാണ്. ഒരു രീതിയിൽ നമുക്ക് ആദ്യം ട്രേസ് ചെയ്യാൻ പറ്റില്ലെന്ന്. പിന്നീട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അന്വേഷണത്തിലാണ് അദ്ദേഹത്തിലൂടെ എത്താൻ സാധിച്ചത്. ഇയാൾക്ക് എത്ര രൂപ ഈ രീതിയിൽ സമ്പാദിക്കാൻ കഴിഞ്ഞുവെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഏകദേശം ഇതുവരെ നമ്മളെ അന്വേഷണത്തിൽ ഒരു 6 ലക്ഷത്തോളം രൂപ ഇയാൾ ഇതുവഴി സമ്പാദിച്ചായിട്ടാണ്. എത്ര മാസം കൊണ്ട്? ഏകദേശം ഒരു 7-8 മാസം കൊണ്ട് 6 ലക്ഷം രൂപ സമ്പാദിച്ചു. ഇയാൾക്ക് ഇത് എവിടെ നിന്ന് കിട്ടി? ഇയാളുടെ വിദ്യാഭ്യാസ യോഗ്യത എന്തെങ്കിലും ഇങ്ങനെയുള്ളത്? അദ്ദേഹം +2 വരെ പഠിച്ചിട്ടുള്ളൂ. അദ്ദേഹം ഒരു ട്രിക്ക് ഉപയോഗിച്ച് നോക്കിയാൽ അത് വർക്ക്. വരെ പഠിച്ച ഒരാളാണ് ഇത്തരത്തിലൊരു വലിയ തട്ടിപ്പിന്. അതെ, ഇത് ഒരു മിഡിൽ ക്ലാസ് പോലുള്ള ആൾക്കാർ സാധാരണ ഈ ഡ്രൈവർ ജോലിയൊക്കെ അന്വേഷിച്ച് ഒരുപാട് പേര് ആഡ് കണ്ടും പല രീതിയിലും അങ്ങനെയൊക്കെ ജോലിക്ക്. ഇത്തരം ഒരു തട്ടിപ്പ് അയാൾ കണ്ടെത്തിയെന്നോ എന്തെങ്കിലും ഒരു സൂചന? അല്ല, അയാൾ ഒരു ഐഡിയ എന്നാണ് അയാൾ പറഞ്ഞത്. അത് ഒന്ന് ഇട്ട് നോക്കി വർക്കൗട്ടായി, പിന്നെ അത് തന്നെ തുടർന്നു. അതാണ് അയാൾ പറഞ്ഞേക്കുന്നത്. ചാരിറ്റി ഒക്കെ പറഞ്ഞത് നമ്മൾ കണ്ടിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ ഒരു വ്യത്യസ്തമായ മറ്റൊരു മോഡലാണ്. അതെ, തീർച്ചയായും. ഈ ആദ്യം ഇത് ഇട്ടു വിജയിച്ചു, അതൊരു തൊഴിലാക്കി അയാൾ. അത് തന്നെ. എന്താണ് ഈ ജനങ്ങളോട് പറയാനുള്ളത്? കാരണം ഈ ചെറിയ തുകയായാൽ പോലും പരാതിപ്പെടണം എന്നുള്ളത് തന്നെയാണോ? അതായത് നമുക്ക് ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശം ഉണ്ടായിരുന്നു, 1 ലക്ഷത്തിൽ താഴെയുള്ള എമൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട് സാധാരണക്കാരുടെ ആൾക്കാരുടെ പൈസകളാണ്. അപ്പോൾ മറ്റേതെന്ന് വെച്ചാൽ വലിയ എമൗണ്ടുകളാണ്, അത് വേറെ തലങ്ങളിലോട്ടാണ് അന്വേഷണം. ഈ ചെറിയ എമൗണ്ട് ആകുമ്പോൾ ആൾക്കാർ പിന്നെ അവർക്ക് കൂടുതൽ ഇതിനെ പിന്തുടർന്ന് വരാനോ അതിനെക്കുറിച്ച് അന്വേഷിക്കാനോ ആർക്കും സഹായിക്കുന്നില്ല. അപ്പം ഈ ഒരു തരത്തിൽ നമുക്ക് ചെറിയ പൈസ അല്ലെങ്കിൽ ഇങ്ങനെ പോകുന്ന പൈസകൾ കണ്ടെത്തി അവർക്ക് എത്തിക്കാൻ പറ്റുന്ന വളരെ ഒരു നല്ല കാര്യം തന്നെയാണ്. അപ്പോൾ മാഡം അതിനകത്ത് ശ്രദ്ധ കേന്ദ്രീകരിച്ച് അതിനുവേണ്ടി ഒരു ടീം രൂപീകരിച്ച് ഈ പറഞ്ഞ 1 ലക്ഷത്തിൽ താഴെയുള്ള എമൗണ്ടുകൾ കണ്ടെത്തി അവരെ പിടിക്കണം, ലൊക്കേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് ഒരു 2 മാസമായിട്ട് അതിൻ്റെ ഡ്രൈവ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇത്തരം കേസ് രജിസ്റ്റർ ചെയ്ത് പ്രതിയിലോട്ട് എത്തിയത്. ചെറിയ തുകയാണെങ്കിൽ പോലും പരാതി പോലീസിന് മുമ്പിലേക്ക് എത്തിക്കണം എന്നുള്ളതാണ് നിലവിൽ സൈബർ പോലീസ് വ്യക്തമാക്കുന്നത്. കാരണം ആ തട്ടിപ്പിൻ്റെ വ്യാപ്തി, അതിൻ്റെ ആഴം വളരെ കൂടുതലാണ്. കൂടുതൽ പേരിലേക്ക് തട്ടിപ്പ് പോകാനുള്ള സാധ്യത കൂടിയുണ്ട്. അതുകൊണ്ട് തട്ടിപ്പിനിരയാകുന്നവർ ചെറിയ തുകയാണെങ്കിൽ പോലും സൈബർ പോലീസിൽ ബന്ധപ്പെടുക എന്നുള്ള നിർദ്ദേശമാണ് സൈബർ പോലീസ് വീണ്ടും ആവർത്തിക്കുന്നത്.